നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി ഇന്ന് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് നോക്കാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരാണ്, എന്താണ്, ഓക്കെ, ലൈക്ക് അവരുടെ മനസ്സിലെന്താണ്, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അവരെന്താ ചിന്തിക്കുന്നത്, അവരുടെ ലൈഫ് എന്താണ്, എല്ലാം ഓക്കെ. ഓവറോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ്ലി അറിയാൻ ശ്രമിക്കാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, കാരണം ഇത് ഒരുപാട് പേര് കാണുന്നല്ലേ. ഓക്കെ, ഓരോരുത്തർക്ക് കുറച്ച് പേർക്ക് ചില കാര്യങ്ങൾ റെസിനേറ്റ് ആവാം, കുറച്ച് പേർക്ക് വേറെ ആയിരിക്കാം. ഓക്കെ, സോ അതിനനുസരിച്ച് എടുക്കാം. ആൻഡ് നമുക്ക് ഗൈഡൻസ് കൂടി നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചും നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരാണ്, എന്താണ്, അവരുടെ മനസ്സിലെന്താ, എല്ലാം നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആരാണ്? ഓക്കെ, ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ബോറായ പോലെയാണ് തോന്നുന്നത്. ഓക്കെ, ബോറായിട്ടിരിക്കുന്നു എന്ന് പറയാം. അവരുടെ ലൈഫിൽ ബോറായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ തൽക്കാലം ഐ തിങ്ക് ഇപ്പോൾ ഒന്നിലും ഒരു താല്പര്യം ഇല്ലാത്തൊരു മട്ടിലിരിക്കുന്ന പോലെയാണ്. ഓക്കെ, അവർ കയ്യിൽ എല്ലാം ഉണ്ട്. ഓക്കെ, മേ ബി ഫാമിലി, ജോലി, നിങ്ങളുടെ കാര്യമായാലും ശരി, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. പക്ഷേ എവിടെയോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കാണാനില്ല. ഓക്കെ, അവർക്കൊരു സന്തോഷം കാണാനില്ലാത്ത പോലെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് അവർ. ലൈക്ക് എന്തിലേക്കോ ശ്രദ്ധ അവരുടെ വേറെ പല കാര്യത്തിലായിരിക്കും, എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. ഓക്കെ, ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒന്നിലും ഇപ്പോൾ താല്പര്യമില്ല. ഓക്കെ, ഒന്നിനോടും ഒരു എന്താണെന്നറിയില്ല, മേ ബി ക്ഷീണമാണോ, ടയേർഡാണോ? ഓക്കെ, ചിലപ്പോൾ ടയേർഡായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പലതരത്തിലും ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് ഹാർട്ട് ബ്രേക്ക് കാണുന്നുണ്ട്, കുറച്ച് വിഷമമായിട്ട് കാണുന്നുണ്ട്. സങ്കടങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ അവരുടെ ഉള്ളിൽ ഉണ്ടാവാം. വേദനകൾ കാണുന്നുണ്ട്. ഓക്കെ, പാസ്റ്റിലെ ചില വേദനകളെ കുറിച്ച് ഓർക്കുന്നതായിരിക്കാം. ആക്ച്വലി എവിടെയും 3 കപ്പുണ്ട്, ഇതും 3 അല്ലേ എന്തോ. ഓക്കെ, മേ ബി പാസ്റ്റിലെ ചില കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതിൽ അവർക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്തെങ്കിലും സങ്കടം, എന്തെങ്കിലും ടെൻഷൻസ് കാണാം. ഓക്കെ, അത്തരത്തിലൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഹൈറോഫന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ സിംഗിൾ ആവാം, നിങ്ങൾ അല്ലെങ്കിൽ മാരീഡ് ആവാം, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ മാരീഡ് ആയിരിക്കും. അവർ വളരെയധികം ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ക്ഷീണിച്ച് കാണാം. മേ ബി ലൈക്ക് നമ്മൾ പറയില്ലേ, എപ്പോഴും നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് എന്താ പറയുക, റൂൾസ് ഫോളോ ചെയ്യണം. നമ്മളെ സൊസൈറ്റി എങ്ങനെയാണ് അങ്ങനെ ഫോളോ ചെയ്യണം. ഓക്കെ, ഫാമിലി എന്ത് പറയുന്നു അതുപോലെ ഫോളോ ചെയ്യണം എന്ന രീതിക്കൊക്കെ ചിലപ്പോൾ ചെയ്ത് ചിലപ്പോൾ മടുത്തിട്ടായിരിക്കും, അങ്ങനെയാവാം. ഓക്കെ, സോ ലെറ്റ്സ് സീ, കുറച്ചുകൂടി എടുക്കാം. ഇതിങ്ങനെ ഒരു കഥ പോലെ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് എന്തൊക്കെയാ കാർഡ്സ് വരുന്നത് നോക്കട്ടെ. ഇപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഇത്. ലെറ്റ്സ് സീ, കുറച്ച് കാർഡ്സ് കൂടെ അതിനെക്കുറിച്ച്. ഓക്കെ, 6 ഓഫ് കപ്സ്. യെസ്, ഓക്കെ, മാരേജിലായിരിക്കാം അവരുടെ. ഓക്കെ, അവർ മാരീഡ് ആയിരിക്കാം. നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അതിൻ്റെയും ആയിരിക്കാം. ഓക്കെ, ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സൺ. കുട്ടികളെ കാണുന്നുണ്ട്, ഫാമിലി കാണുന്നുണ്ട്, മാരേജ് കാണുന്നുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ വളരെ ഓൾറെഡി മാരീഡ് വ്യക്തി ആയിരിക്കും. കുറച്ച് പേർ, എല്ലാവർക്കും അല്ലെങ്കിലും കുറേ പേർക്കെങ്കിലും. ഓക്കെ, സൺ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇത് ഫാമിലി കാണുന്നുണ്ട് എന്തായാലും. സോ ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആയിരിക്കും. സോ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ആയിരിക്കാം. മേ ബി ഫാമിലിയിൽ ചിലപ്പോൾ നല്ല രീതിക്ക് പോകുന്നുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ മേ ബി എന്താ പറയുക, എല്ലാം സന്തോഷമായിട്ട് വെക്കാൻ, ലൈക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ലൈക്ക് വളരെ ഹാപ്പി ആയിട്ട് കാണിക്കും. കാരണം സൊസൈറ്റിയുടെ ഞാൻ പറഞ്ഞു, ഓക്കെ, സൊസൈറ്റിക്ക് വേണ്ടി ചിലപ്പോൾ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലേ, അതൊക്കെ ഒരു ചിലപ്പോൾ ബേർഡൻ ആയിട്ട് മാറും. അതിലൊക്കെ അവസാനം ചെയ്ത് അവസാനം നമ്മൾ മടുക്കും എന്ന് പറയില്ലേ. സോ അങ്ങനെ ആവാം. ഓക്കെ, സൺ കാർഡ് എന്താ ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇടയിൽ കൂടെ നിങ്ങളുടെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇവിടെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ബാക്കി ഇവരെ കാര്യങ്ങളൊന്നും നോക്കട്ടെ എന്ന് ഞാൻ പറയാം. സോറി. ഓക്കെ, പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ അവരെന്താ ചിന്തിക്കുന്ന നോക്കട്ടെ. ഓക്കെ, 6 of swords, 3 of cups. നിങ്ങളെ മിസ് ചെയ്യുന്നു, അതാണ് മെയിനായിട്ട്.
എവിടെയോ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണ് അവർ ഓർക്കുന്നത്. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ബേർഡൻ അവർ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അവരെവിടെയോ ബാധ്യതകൾ ചെയ്തിട്ടും മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടും ഒക്കെ ഒരു മടുത്ത് കാണാം. ഓക്കെ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഇടയിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ലൈക്ക് ഒരു ഫീലിങ്സ് ഇപ്പോൾ വളരെയധികം നിങ്ങളുടെ അടുത്തേക്കാണ്. ഓക്കെ, ഈ എനർജി ഇടയിൽ കൂടെ വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത്. അപ്പോൾ യെസ്, പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ കൂടെയാണ് അവർ സന്തോഷം ഫീൽ ചെയ്യുന്നത്. ഫാമിലിയിൽ അഗൈൻ ബേർഡൻ ആയിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനാണ്, നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളോടൊരു അടുപ്പം, സന്തോഷം, സ്നേഹം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ ഫാമിലിയിൽ എന്താ പ്രശ്നം എന്നുള്ളത് നോക്കട്ടെ. ഐ മീൻ അവരുടെ ലൈഫിൽ എന്താ ഫാമിലി ആവണം നിർബന്ധമില്ലല്ലോ, ആരും ആവാലോ. ഓക്കെ, അവരുടെ ജോലി, കരിയർ എന്തോ ആവാം, പാരൻസ് ആവാം, എന്തോ ആവാം. ഓക്കെ, ലെറ്റ്സ് സീ പേഴ്സൻ്റെ ലൈഫിൽ എന്താ നടക്കുന്നത്. പ്ലീസ് ഗിവ് മീ സീരിയസ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവർക്ക് നിങ്ങളെ അവരെ ലൈഫിലുണ്ട്. ഓക്കെ, ഒരു ഭാഗത്ത്, പക്ഷെ ഒരു ഭാഗത്ത് അവരുടെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ അവർക്ക് ഒരുപാട് ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ അതിൽ നിന്ന് വിട്ട് മാറിപ്പോവാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ അവർക്കൊരു പുതിയ തുടക്കം വേണം അവരുടെ ലൈഫിൽ. അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫ് മേ ബി മാരേജിൽ അവർ തമ്മിൽ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ആസ് എ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അവർ ഫാമിലിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർക്കൊരു ബേർഡൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ വിട്ടു മാറാനാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർ പിന്നിൽ പലതും ഉപേക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിപ്പോൾ മാരേജ് വിടാനായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വരുത്താനായിരിക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളെടുത്തോളൂ. ഓക്കെ, ബോൾഡായിട്ട് ആക്ഷൻ എടുക്കാനാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്, അവർ രണ്ട് സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ അവരുടെ ലൈഫിൽ. അതിപ്പോൾ ഒന്ന് നിങ്ങളായിരിക്കാം, ഒന്ന് അവരുടെ ഫാമിലി എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ കരിയർ. യെസ്, ഓക്കെ, കരിയർ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ബട്ട് അവർക്ക് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്, അവർ ഈ ഒരു ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ ഫീലിങ്സ്, ഇമോഷൻസ്, അവർ പുതിയ തുടക്കം കൊണ്ടുവരാൻ, ഇത് രണ്ടും ആക്ച്വലി ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് എടുക്കാം. നമുക്ക് ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ് ആണ്, ഏസ് ഓഫ് കപ്സ് ന്യൂ ബിഗിനിങ് ആണ്. മേ ബി നിങ്ങളെങ്ങാനും വിട്ടുപോയോ? ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾ തമ്മിൽ ഉടക്കൊന്നും എനിക്ക് കാണാനില്ല. നിങ്ങൾ തമ്മിൽ പക്ഷെ ആ സ്നേഹം കാണുന്നുണ്ട് ഇവിടെ. മേ ബി നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വിട്ട് മാറിപ്പോയതായിരിക്കാം, നിങ്ങൾ വിട്ട് മാറി നിൽക്കുന്നുണ്ടാവും. മേ ബി നിങ്ങൾ ചിലപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നുണ്ടാവും, അതായിരിക്കാം. എനിക്ക് പേഴ്സൺ അപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അവർ ശരിക്കും വളരെയധികം സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളോട് ഫീലിങ്സ് കാണുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. ജസ്റ്റ് ഒരു കഥയായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഓക്കെ, അല്ലാണ്ട് സ്പെസിഫിക് ആയിട്ടൊരു ഇതായിട്ട് എടുക്കുന്നില്ല. പേഴ്സന്റെ ഫീലിങ്സ് ഓവറോൾ അവർ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങളോട് കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ് അവർക്ക്. ഓക്കെ, അവർ പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് പെന്റിക്കിൾസ് ഒരു കമ്മിറ്റ്മെന്റ് കാർഡാണ്, അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഓഫറുമായിട്ട് വരുന്ന ഒരു കാർഡാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു വോക്ക് വേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ, ഓക്കെ, ആ അകൽച്ച അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ആ അകൽച്ച അവർക്ക് തീരെ ഇഷ്ടമില്ല. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജുമായിട്ട് വരുന്നതായിരിക്കാം, അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഫാസ്റ്റ് മൂവിംഗ് ആണ് എനിക്ക് കാണുന്നത്. എനിക്ക് ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നൊരു മൂവ്മെന്റ് എനിക്ക് കാണുന്നുണ്ട് ടുവേർഡ്സ് യു. ഓക്കെ, നിങ്ങളുടെ അടുത്തേക്കാണ്. അവർ എന്തെങ്കിലും സിറ്റുവേഷൻസ് ബാലൻസ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ അവർ ഉള്ളിൽ, ഓക്കെ, ഈ ഒരു കാർഡാണ് മെയിൻ കാർഡ്. ഓക്കെ, അവരുടെ ഉള്ളിൽ അവർ സന്തോഷമല്ല. സോറി ഏറ്റവും അവരുടെ ഉള്ളിൽ അവർ ഒന്നിലും സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ കയ്യിലെല്ലാം ഉണ്ട്. ഫാമിലി ഉണ്ടാവാം, ഫ്രണ്ട്സ് ഉണ്ടാവാം, ജോലി ഉണ്ടാവാം, കരിയർ ഉണ്ടാവാം, മണി ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. ബട്ട് അവരതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എവിടെയോ ഐ തിങ്ക് നിങ്ങളില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങളൊന്നുമില്ലെങ്കിൽ വിട്ടുമാറി കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അകൽച്ചയായിരിക്കാം. ചിലപ്പോൾ അവർ ജസ്റ്റ് ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നതായിരിക്കാം, എന്ത് തന്നെയായാലും. ഓക്കെ, ബട്ട് അവർക്ക് അത് ഏറ്റവും കൂടുതൽ അവരെ വേദനിപ്പിക്കുന്നത് ആ ഒരു മിസ്സിങ് എനർജിയാണ് എനിക്കിവിടെ. എൻ്റെ സാറ്റിസ്ഫൈഡ് അല്ല, അവരുടെ ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജോ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. സോറി പറഞ്ഞ് വരുന്നതായിരിക്കാം, മെസ്സേജ് പറഞ്ഞ് വരുന്നതായിരിക്കാം, ജസ്റ്റ് ഒരു ലൈക്ക് സംസാരം, കോൺവെർസേഷൻ കൊണ്ടുവരുന്നതായിരിക്കാം, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, എനിക്ക് ജസ്റ്റ് നിങ്ങൾ ഇനിയിപ്പോൾ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ എല്ലായിടത്തും ഷഫിൾ ചെയ്തിട്ട് ഞാൻ പറയാം. അവരെന്തായാലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വേദനയായിരിക്കാം, വിഷമമായിരിക്കാം. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. വളരെയധികം എനർജി, 2 of Cups എനർജിയാണ് വന്നത്. നിങ്ങൾ തമ്മിൽ ഈക്വൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുണ്ട്.
ഓക്കെ ജസ്റ്റ് ഓക്കെ, നിങ്ങളെക്കുറിച്ച് മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കട്ടെ. ഇനി വേറെ ഡെക്ക് വേണം? വേണ്ട, നോക്കട്ടെ. ഒരുപാട് സിമിലർ കാർഡ്സ് വന്നാൽ ഞാനിത് മാറ്റും കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അത് എനർജി അല്ലാതെ എൻ്റെ ക്യാൻഡിൽ കെട്ടുപോയി. ഓക്കെ, വ്യൂവേഴ്സിനോട് സെയിം കാർഡ് റിപ്പീറ്റ് ഉണ്ടോ? യെസ്, അവര് ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. ഫാമിലിയിൽ പ്രോബ്ലംസോ കാര്യങ്ങളോ കാണാം. ഓക്കെ, പ്രോബ്ലംസ് ഉണ്ടാവും. അവർ എല്ലാ കാര്യങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എനർജി വീണ്ടും നമുക്ക് സിമിലർ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഇപ്പോൾ കിട്ടി. ഓക്കെ, ഫാമിലിയിലോ, കാരണം ഇവിടെ കിങ് ഓഫ് സോർട്സ്, കിങ് ഓഫ് പെഡിക്കിൾസ്, ക്വീൻ ഓഫ് പെഡിക്കിൾസ് ആണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, ലൈക്ക് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പേഴ്സൺ മാൻ ആണോ വുമൺ ആണോ അതിനനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അതായത് ഒരു വ്യക്തി, നിങ്ങളുടെ വ്യക്തി എപ്പോഴും മറ്റേ അവരുടെ പാർട്ട്ണറിന് വേണ്ടി, ഓക്കെ, മാരീഡ് ഒക്കെ ആണെങ്കിൽ പാർട്ട്ണറിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും. ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ടാവും. സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടെ അവർക്ക് ഒരിക്കലും ഒരു കോപ്പറേഷൻ വന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, അവരെന്ത് ചെയ്തു കൊടുത്താലും ഐ തിങ്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. എന്ത് ചെയ്താലും ചിലപ്പോൾ പോരാ എന്ന രീതിക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, കോപ്പറേഷൻ ഇല്ല അവർ തമ്മിൽ. ആ രീതിക്കാണ് കാണുന്നത്. എന്ത് ചെയ്തു കൊടുത്താലും പോരാ എന്ന രീതിക്ക്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അഗൈൻ അവർക്ക് ഇപ്പോൾ എല്ലാത്തിലും എല്ലാം മടുത്തിട്ടിരിക്കുന്ന പോലെയാണ്. കുട്ടികൾ, ഫാമിലി, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, പണം ഉണ്ടാക്കൽ, കരിയർ, കാര്യങ്ങൾ ഒക്കെ എല്ലാം കാണുന്നുണ്ട്. സോ അതിൽ ഐ തിങ്ക് അവർക്ക് മടുപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം ഓക്കെ, എഫേർട്ട് ഇട്ട് അവർക്ക് മതിയായിട്ടുണ്ട്. അതിൽ മൂവ് ഓൺ ചെയ്യാനാണ് വീണ്ടും അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് സീ നിങ്ങളോടുള്ള അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം. ഓക്കെ, നിങ്ങളെ വിട്ടുമാറി നിന്നുണ്ടാവാം. നിങ്ങളെ എന്തെങ്കിലും മിസ്ട്രീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് തുറന്നു പറഞ്ഞ് കാണില്ല. ഓക്കെ, നിങ്ങളെ ഒരു അവോയ്ഡ് ചെയ്തിട്ടൊക്കെ നിന്ന് കാണാം. എന്തായാലും അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്നുണ്ട് ചില വേദനകൾ. ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ വേദന കർമ്മയായിരിക്കാം. ഓക്കെ, കർമ്മ അനുഭവിക്കുന്നതായിരിക്കാം. അവർ വിഷമം അനുഭവിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ചീറ്റിംഗ് എനർജി ഉണ്ട്. ബട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചീറ്റിംഗ് വേണ്ട, അല്ല വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ ടവർ മൊമെന്റ് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ പലതും അവർക്ക് തകർച്ചകളാണ് വരുന്നത്. ഫൈനാൻഷ്യലി ആയിരിക്കാം, ഫാമിലി വൈസ് ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ അവര് നിങ്ങളുമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ഇപ്പോൾ അവർ തയ്യാറാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം. മേ ബി നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. ഐ തിങ്ക് എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. നിങ്ങളായിരിക്കാം മാറി നിൽക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആയിട്ട് വരുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ. ഓക്കെ, എന്ത് തരത്തിലായാലും നിങ്ങളെ അവർ കൂടെ വെക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് ആഗ്രഹമില്ല. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാണ്. ഇപ്പോൾ പാരൻസ് അവരാരെങ്കിലും ഒക്കെയാണ് മാരേജിന്റെ എതിരെ അല്ലെങ്കിൽ ഒരു ബേർഡൻ എന്ന രീതിക്ക് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ മാരേജ് ചെയ്യാനോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ തിങ്ക് പേഴ്സൺ ജോലിയിലൊക്കെ മുഴുകാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് മനസ്സ് മുഴുവൻ നിങ്ങളെ കുറിച്ചാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, വെരി നൈസ്. യെസ്, ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരൊരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സന്തോഷം നിങ്ങളാണ്. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് തീർച്ചയായിട്ടും വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവരതിനു വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. എന്തായാലും ഇതാണ് ഏറ്റവും മെയിൻ. ഞാൻ നേരത്തെയും പറഞ്ഞു, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരാം. ഓക്കെ, അവർ മീറ്റ് ചെയ്യാൻ വരാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് അവർ കാണിക്കും. ഓക്കെ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. അതായത് നിങ്ങളെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അവർക്ക് വേണം എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. കാരണം അവർക്ക് വേറെ ഒന്നും അവർക്ക് സന്തോഷം കിട്ടുന്നില്ല. വേറെ എവിടെയായാലും എന്തൊക്കെ ചെയ്താലും അവർക്കൊരു സന്തോഷം കിട്ടാത്ത രീതിയിലാണ് എനിക്ക് കാണുന്നത്. അതാണ് ഇവിടെ മേ ബി കർമ്മ അല്ലോ, ഇതൊക്കെ കർമ്മ തന്നെയാണ്. അതാണ് എന്താ പറയുക. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് അവർ അനുഭവിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളായാലും അല്ലേ, സോറി. എനിവേ, നമുക്ക് ഈ ഡെക്കുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സീ എന്താ സംഭവിക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടെങ്കിലും ശരി, അവർ മാരീഡ് ആയാലും ശരി, ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ഓക്കെ, അതിന്റെ മേലെ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണെന്നുള്ളത്. നിങ്ങളെ വേണം എന്ന് തന്നെയാണ് കണ്ടത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ കാർഡ്സിന്ന് നോ എന്ന് കാണുന്നുണ്ട്. ലെറ്റ്സ് സീ.
listen to your intuition. Oh, okay, good. Wait. Within the next few months, be assertive. നിങ്ങളോടാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് ആക്ഷൻ. ഓ സോറി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറാവും. ഏസ് ഓഫ് സോർട്സ് ലാസ്റ്റ് വന്നിരുന്നു, ആൻഡ് 7 ഓഫ് വോൺസ് വന്നിരുന്നു. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത്, ആൻഡ് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഈ കാർഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ 2 എണ്ണമാണ് പിടിച്ചിരിക്കുന്ന കയ്യിൽ, 2 കയ്യിൽ ഓരോ ഇതുണ്ട്, ആൻഡ് യെസ് ആണ് വന്നിട്ടുള്ളത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോയ്സ്, ലവേഴ്സ് കാർഡ് വന്നു. നമ്മുടെ ചൂസിങ് നിങ്ങളെയാണ്, അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ പോകുന്ന പോലെയാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോ എന്ന് പറയുന്നുണ്ട്. അത് ലൈക്ക് സോറി, ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് എടുക്കണ്ട. പേഴ്സണിന് ഇപ്പോൾ മറ്റേ വേറെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതാണോ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ നോ ആണ്. ഓക്കെ, ഐ തിങ്ക് ലൈക്ക് യൂണിവേഴ്സ് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോട് വെറുതെ നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടണ്ട എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സ് പറയും നിങ്ങളോട്. ചില ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ളപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവരെന്താ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണത്. ഓക്കെ, ആ ഒരു ഫീലിങ്സ് നിങ്ങൾ കേൾക്കാം. അവർ ഉള്ളിൽ ഉണ്ടാവും. അവർ പുറമെ എന്ത് കാണിച്ചാലും ശരി, അവരുടെ ലൈഫ് എന്തായാലും ശരി. ഓക്കെ, പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് യെസ് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ചോയ്സിൻ്റെ കാര്യം നേരത്തെ വന്നുകൊണ്ടാണ് ഞാൻ ഇത് യെസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത്. എന്നിട്ട് നിങ്ങളെ അവർ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, കുറച്ച് ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ആൻഡ് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സമയം കൊടുക്കുക, പക്ഷേ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ആണ് പറയുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടിയിലേക്ക് പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി മാരീഡ് ആണ്, അങ്ങനത്തെ വല്ല സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരു വിത്തിൻ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ആൻഡ് ആക്ഷൻ എടുക്കുന്നതായിട്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ യെസ് ചൂസ് ചെയ്താൽ മതി. ഇവിടെ നോ എന്ന് പറഞ്ഞത് ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലേക്ക് അവർ തേർഡ് പാർട്ടിയിൽ ആണോ കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു കാര്യത്തിനാണ് എനിക്ക് ഇവിടെ നോ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടു പോകണോ എന്നാണെങ്കിൽ അതിനാണ് നോ ഇവിടെ. ഓക്കെ, കാരണം റീഡിങ് വളരെ പോസിറ്റീവ് ആയിരുന്നു. നിങ്ങളോട് സ്നേഹവും നിങ്ങളോട് ഫീലിങ്സും സോൾമേറ്റ് കണക്ഷനും എല്ലാം കണ്ടതാണ്. സോ ഇവിടെ നെഗറ്റീവായിട്ട് തേർഡ് പാർട്ടി ആണ് കാർമിക് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടിയിൽ കാർമിക് സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അധികം സംസാരിക്കാത്തതോ പറയാത്തതോ ഒക്കെ. ഓക്കെ, അവരത് ശരിയാക്കി വരട്ടെ. ഓക്കെ, വിത്തിൻ ഫ്യൂ മന്ത്സ് നമ്മൾ കണ്ടിരുന്നു. സോ അവർ ഒരു മാറ്റം അവരുടെ ലൈഫിലും സംഭവിക്കുന്നുണ്ടാവാം. ഓക്കെ, ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ടാവാം. അതിനുള്ള സമയം കൊടുക്കാം. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം ഇത് വിട്ടുപോകാനൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ വേണ്ട, കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യൂ, വാച്ച് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ ചേസ് ചെയ്ത് പോരുത്, വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആക്ഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്നും ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അവർ തീരുമാനങ്ങൾ അവരെടുക്കട്ടെ. ഓക്കെ, അവർ മനസ്സിലാക്കി അവർ വരട്ടെ. നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുള്ളൂ എന്തായാലും. ഓക്കെ, നിങ്ങളെ വിട്ടൊന്നും പോവില്ല. എനിവേ, സോ ഇന്നത്തെ റീഡിങ് ഇതാണ്. നമുക്ക് നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.